ഹലോ എവരിവൺ, നമ്മുടെ ഈ വീഡിയോ ട്വിൻ ഫ്ലെയിം റീകൺസിലിയേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ഡി എമ്മും ഡി എഫും അവരുടെ സെപ്പറേഷന് ശേഷം ഒരുമിച്ച് വീണ്ടും യാത്ര തുടരാൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അവർ ഹീലായിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ഹീലാവണം, എന്തൊക്കെ ടെസ്റ്റുകളാണ് ആ ഒരു റീകൺസിലിയേഷന് മുന്നേ അവർക്ക് നേരിടേണ്ടി വരിക, ഡി എം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഡി എഫിനെ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഈ വീഡിയോ പാർട്ടുകളായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇപ്പം അടുത്ത് തന്നെ ബാഷാർ എന്ന ഒരു സ്പിരിച്വൽ മെൻറ്ററും ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു അഭിമുഖം കേൾക്കാനുണ്ടായി. അപ്പോൾ ആ സ്ത്രീ ആളുടെ ഒരു പ്രശ്നം പറയുണ്ടായി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് 4 വർഷമായിട്ട് ആ സ്ത്രീ ഈ ഒരു ആളെ പറ്റിയിട്ട് ഹാർട്ട് ബ്രോക്കൺ ആണ്, ആളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ബാഷാർ ചോദിക്കുകയുണ്ടായി എന്തിനെ പറ്റിയിട്ടാണ് ഹാർട്ട് ബ്രോക്കൺ ആയതെന്ന്. അപ്പോൾ ആ സ്ത്രീ പറയുണ്ടായി ആൾക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല, എൻ്റെ കൂടെ കഴിയാൻ താല്പര്യമില്ല. അപ്പോൾ ബാഷാർ ചോദിക്കുകയുണ്ടായി, അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്തിനാണ് ആളുടെ കൂടെ കഴിയണമെന്ന് എത്ര നിർബന്ധം? തൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ എന്തിന് തൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണം? എന്തുകൊണ്ട് ഇത് തന്നോട് തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ബാഷാർ അവിടെ ചോദിക്കുന്നത്. സ്ത്രീ സെപ്പറേഷന് ശേഷം ആളെപ്പറ്റി ചിന്തിക്കുന്നതൊക്കെ നിർത്തി, അങ്ങനെ ചിന്തകൾ മുഴുവനായിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ തൻ്റെ ഈ പാസ്റ്റ് റിലേഷൻഷിപ്പ് തൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ബാഷാർ പറഞ്ഞു, വരും, അത് നിങ്ങളെ പരീക്ഷിക്കാൻ. നിങ്ങളിപ്പോഴും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാത്ത, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പവർ കളഞ്ഞു കുളിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ് ആൾ വന്നത്. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ഒരു ബൈറ്റ് വരുമ്പോൾ നിങ്ങൾ അതിൽ കൊത്തല്ലേ? ആ സ്ത്രീ പറഞ്ഞു, ആ അതെ. അപ്പോൾ ആ ബാഷാർ ചോദിക്കണ്ടായി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം നിങ്ങളോട് ഇത് ചെയ്യുന്നത്? അപ്പം നിങ്ങളോട് ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആവുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആ ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. സാർ പറയണ്ടായി, എനിക്കറിയാം നിങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയണ്ടായി, ഞാൻ അതിനെപ്പറ്റി വളരെ ഇമോഷണലാണ് ആ കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ബാഷാർ പറയണ്ടായി, തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ തോന്നും, നിങ്ങൾ ഇമോഷണൽ ആവും. നിങ്ങൾ ഈ ഫീൽ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയണത് നിങ്ങളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ആ സ്ത്രീ പറയണ്ടായി, അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലവബിൾ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കോർ ബിലീഫ് ആ സ്ത്രീയിൽ നിന്ന് ഉടലെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ബാഷാറും സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു റീകൺസിലിയേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ്, നമ്മുടെ പാസ്റ്റ് ലവറിൻ്റെ ഒരു തിരിച്ചുവരവ് വരുന്നത് എപ്പോഴും നമുക്കൊരു ടെസ്റ്റും കൊണ്ടായിരിക്കും അവർ വരുന്നത്. നമ്മുടെ പാസ്റ്റ് പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന് അവരും നമ്മളും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇനിയും എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ, നമ്മൾ പുതിയൊരു ആൽക്കെമി ഇനി ഉണ്ടാക്കാൻ നമ്മൾ റെഡിയാണോ, അൺകണ്ടീഷണൽ ലവിലുള്ള ഒരു റിലേഷൻഷിപ്പിന് നമ്മൾ റെഡിയാണോ, അതോ നമ്മൾ ഈ സ്ത്രീ പറഞ്ഞ പോലെ ഞാൻ ലവബിൾ അല്ല എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ടുള്ള ആ പഴയ റിലേഷൻഷിപ്പിൽ കൂടെ തന്നെയാണോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്നത്? റീകൺസിലിയേഷനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഒരുപാട് വീഡിയോസ് കാണാം. എന്നാലും നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ ഫെമിനിൻ ഡൈനാമിക്കിൽ റീകൺസിലിയേഷൻ എന്നത് നമ്മളോട് തന്നെ കണക്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയെ തന്നെയാണ് പറയുക. ഫെമിനിനോട് തന്നെ കണക്ട് ചെയ്യുമ്പോൾ മാസ്കുലിൻ തിരിച്ചു വരില്ലേ? അപ്പോൾ നമുക്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്ന ഒരു ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. പല സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിലൊക്കെ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മുടെ കുണ്ടലിനി അവേക്കനിങ്ങിനെ പോലെ തന്നെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് റീകൺസിലിയേഷൻ. എന്നാൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വേറെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകളിലും കാർമിക് റിലേഷൻഷിപ്പുകളിലും ഒക്കെ നമ്മൾ ഹീലാവാണ്ട് റീകൺസിൽ ചെയ്യുമ്പോൾ, അത് ട്വിൻ ഫ്ലെയിമിലായാലും നമ്മൾ റീകൺസിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഹീലായിട്ട് വേണം റീകൺസിൽ ചെയ്യാൻ. അപ്പം ഹീലാവാണ്ട് റീകൺസിൽ ചെയ്താൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ റിപ്പലാവും. ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് പോൾ പോലെ നമ്മൾ റിപ്പലാവും. ഹീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ റീകൺസിലിയേഷൻ വളരെയധികം ഹാർട്ട് ബ്രേക്ക് കൊണ്ടുവരും. ലോ വൈബ്രേഷനിലാണെങ്കിൽ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലേ, ആളുകൾ പക പോക്കാൻ ശ്രമിക്കുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സേഫ് അല്ലാണ്ട് പോകുന്ന അവസ്ഥകൾ, അപ്പോൾ ഫിസിക്കലായിട്ടും ഒക്കെ ഇഞ്ചേർഡ് ആവുന്ന അവസ്ഥകൾ അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. അത് നമ്മൾ ഹീലല്ലാണ്ട് റീകൺസിൽ ചെയ്യുമ്പോഴാണ്, അത് വളരെ ലോ വൈബ്രേഷനിലാണ്. പക്ഷേ ട്വിൻ ഫ്ലെയിം റീകൺസിലിയേഷൻ സംഭവിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പ് റെഡി ആവുമ്പോൾ നമ്മളുമായിട്ട് റീകൺസിൽ ചെയ്യുമ്പോഴാണ് ട്വിൻ ഫ്ലെയിമായിട്ട് നമുക്ക് റീകൺസിൽ ചെയ്യാനും ബാലൻസ് ചെയ്യാനും പറ്റുക. അപ്പോൾ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ഹീൽഡ് ആയവർക്ക് മാത്രം. അത് എപ്പോഴും നമ്മൾ ഹീലായാൽ റീകൺസിലിയേഷൻ തന്നെ സംഭവിക്കണമെന്നില്ല. എന്നാലും നമ്മളെപ്പോഴും നമ്മുടെ ഹയർ വേർഷനിലുള്ള
നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡി എം ആയിട്ടുള്ള ഈ ഒരു റീകൺസിലിയേഷൻ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഡി എം നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിറർ ആയതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളോട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഡി എം നിങ്ങളോട് പെരുമാറുക. പെർഫെക്റ്റ് മിറർ ആയതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. രണ്ടുപേരുടെയും ഒരു തിരിച്ചറിവിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സെയിം ഫ്രീക്വൻസി അട്രാക്ട് ചെയ്യുക, എത്ര നാച്ചുറലി അട്രാക്ട് ചെയ്യുന്നു, സെയിം വൈബ്രേഷനിലുള്ള ആളുകൾ അട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ തൻ്റെ മിറർ സെൽഫിനെ നമ്മൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവും. പക്ഷെ എന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ റീകൺസിലിയേഷന് മുന്നേ ഒരു ടെസ്റ്റിംഗ് സ്റ്റേജ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നടക്കാൻ പഠിക്കുന്നത് പോലെ തന്നെയാണ് ട്വിൻ ഫ്ലെയിം ടേബിൾ ഷിഫ്റ്റ് ചെയ്യുക. അതായത് ട്വിൻ ഫ്ലെയിം ഡി എമ്മും ഡി എഫും തമ്മിലുള്ള ഈ ഒരു ട്രോമ ബോണ്ട് ഹീലിങ്ങും അവരുടെ ഡൈനാമിക് ഷിഫ്റ്റ് ചെയ്യുന്നതും ഒരാൾ റണ്ണറും ചേസറും മാറുന്നത്, അല്ലെങ്കിൽ ഡി എഫ് ഹീലായി കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ ടേബിൾ ടേൺ ചെയ്തു എന്ന് പറയുക. കാര്യങ്ങളൊക്കെ തലതിരിയും. ഡി എഫ് ഹീലായി കഴിയുമ്പോൾ ഡി എം ആണ് ഒബ്സസ്ഡ് ആവുക. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറയണത് അത്ര സ്മൂത്തായിട്ട് നടക്കൂല. ഡി എഫിന് പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് കളയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഡി എം ഒക്കെ തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് നമ്മൾ എത്തി നിൽക്കുക. നേരിട്ട് റീകൺസിലിയേഷനിൽ നമ്മൾ എത്തി നിൽക്കില്ല. നമ്മളൊരു ടെസ്റ്റ് സ്റ്റേജിലെത്തും. ഡി എം പതുക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പഴയ പാറ്റേണുകൾ വീണ്ടും നമ്മളിൽ നിന്ന് എടുക്കാൻ നോക്കും. പഴയ ആ ഒരു ആള് നമ്മുടെ ഉള്ളിലുണ്ടോ, അതിന് മുഴുവനായിട്ട് റീബർത്ത് സംഭവിച്ചോ, നമ്മൾ ട്രാൻസ്ഫോംഡ് ആയോ, ഈ ഒരു കാര്യമൊക്കെ ഡി എം ചെക്ക് ചെയ്യും. നമ്മൾ മുഴുവനായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റേബിൾ ആയ ഫൗണ്ടേഷനിൽ ഇരുന്നാലേ ആ ഒരു ലെവൽ വെച്ചിട്ട് ഡി എമ്മിന് ട്രാൻസ്ഫോം ആവാനും കഴിയുള്ളൂ. ഇപ്പം നമ്മൾ സ്റ്റേബിൾ അല്ലാണ്ട് റീകൺസിലിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചേസർ ഹീൽ ചെയ്യാണ്ട് ഡി എഫും ഡി എമ്മുമായിട്ട് റീകൺസിലിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിക്കും. പഴയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ഇത്തിരി കൂടി വലിയ രീതിയിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാം. വലിയ രീതിയിൽ സെപ്പറേഷൻ ഉണ്ടാവാം. റീകൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കണം: എന്തിന് നമ്മൾ റീകൺസിൽ ചെയ്യണം? എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീകൺസിൽ ചെയ്യുന്നത്? അത് നാച്ചുറലായി നടക്കുന്ന കാര്യമാണോ, അതോ എനിക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ ഏതെങ്കിലും ഭയത്തിൽ നിന്നാണോ ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്? അല്ലെങ്കിൽ ഇത് എൻ്റെ ഏതെങ്കിലും ബിലീഫ് സിസ്റ്റം കാരണമാണോ ഞാനിങ്ങനെ തീരുമാനം എടുക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്കാവാനുള്ള പേടി കൊണ്ടോ, അതോ എനിക്കൊരു റിലേഷൻഷിപ്പ് വേണമെന്നോ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ റിലേഷൻഷിപ്പ് വേണമെന്നുള്ള ആ ഒരു പുഷ് കൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഉള്ളത് കൊണ്ടാണോ ഞാൻ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ എനിക്ക് എന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഞാൻ എൻ്റെ ഒരു ഹയർ ആയിട്ടുള്ള എൻ്റെ അസെൻഷന് വേണ്ടിയിട്ടാണോ? എനിക്ക് അത്രയും ബോധം വന്നിട്ടുണ്ടോ? ആ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ ഏതൊക്കെ നീഡ്സ് ആണ് എനിക്ക് ഡി എം ഇന്ന് വേണ്ടത്? അപ്പോൾ 0 നീഡ്സ് ആണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് നമ്മുടെ ഡി എം ഹീൽഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യും. പക്ഷേ ഡി എം ഹീലാവണത് കുറച്ചും കൂടി സമയമെടുക്കും. അത് ഇത്തിരി ലോങ് പ്രോസസ്സാണ്. നിങ്ങൾ ഹീലാവണതിൻ്റെ അനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ തന്നെ ഡി എമ്മും ഹീലാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എം ആയിട്ട് റീകൺസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമുക്ക് ലവ് കിട്ടാനാണോ, വാലിഡേഷൻ കിട്ടാനാണോ നമ്മൾ ഡി എമ്മിനെ വീണ്ടും ലൈഫിലേക്ക് ക്ഷണിക്കുന്നത്? ആ ഒരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കണം. എന്നിട്ട് നമ്മൾ ഹീലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡി എമ്മിൽ നിന്ന് ലവോ വാലിഡേഷനോ ചോദിക്കില്ല. ഡി എം ഹീലാവാത്തിടത്തോളം, ഡി എം അതിന് റെഡി ആവാത്തിടത്തോളം അല്ലെങ്കിൽ അത് നമ്മൾ ചേസിങ് എന്ന് തന്നെയല്ലേ അതിന് പറയാം. അപ്പോൾ റീകൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, റീകൺസിൽ ചെയ്യാൻ ഡി എം ആണ് വരിക. ഡി എം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഡി എം ഹീൽഡ് അല്ലെങ്കിൽ ഡി എം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഡി എം ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ പിടിച്ചു വെച്ചു എന്ന് വരാം, സൈലൻറ്റ് ട്രീറ്റ് ചെയ്തു എന്ന് വരാം. അങ്ങനെ പല സ്ട്രാറ്റജികളും ഗെയിമുകളൊക്കെ കളിച്ചു വന്നിരിക്കുക. അപ്പോൾ ഡി എം ഹീലായിട്ടുണ്ടെങ്കിൽ ഡി എം ഹൃദയപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് എന്നല്ല, നോർമലായിട്ട് ഒരാളോട് സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു മിനിമം ഒരു സെൽഫ് വർത്ത് നമുക്ക് കൊടുക്കണം. ഡി എമ്മിന് നിങ്ങളുടെ വില മനസ്സിലാവുകയും നിങ്ങളെ ഏൺ ചെയ്യാൻ നെസസറി ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവരികയും ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പിന്നീട് അതൊരു റിസെൻറ്റ്മെൻറ്റിലേക്ക് പോവും. വിചാരിച്ചാൽ പോലും ആ റിലേഷൻഷിപ്പിനെ ഫിക്സ് ചെയ്യാനോ ശരിയാക്കാനോ പറ്റില്ല. കാരണം ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒരുപോലെ ആ റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റഡ് ആവണം, ഉണരണം, അവർക്കത് വേണമെന്ന് തോന്നണം.
ഡി എം റിലേഷൻഷിപ്പിന് റെഡി ആകുമ്പോൾ ഡി എമ്മിൻ്റെ സ്ട്രാറ്റജീസ് ഒന്നും വർക്കാവില്ല. ഡി എമ്മിന് പഴയ പോലെ ഗെയിം കളിക്കാനൊന്നും പറ്റില്ല. ഡി എമ്മിൻ്റെ ആ ഒരു പ്ലാനിങ് ഒന്നും വർക്കാവില്ല. കാരണം ഡി എഫ് ഹീലായി. ഡി എഫിൻ്റെ ലൈഫിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഡി എഫിന് എന്താണ് ഒരു സെൽഫ് വർത്ത് ഉണ്ട്. അപ്പോൾ ഡി എഫ് എന്താണ് ഡി എമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട്, ആ ഭാഗത്തേക്ക് അറ്റൻഷൻ കൊടുക്കാത്തത് കൊണ്ട് എന്താണ് ഡി എം പ്രേ ചെയ്യുമ്പോൾ എന്താണ് ഡി എഫിന് മനസ്സിലാവും. എനർജിയിൽ പിടിച്ച് വലിക്കുമ്പോൾ ഡി എഫിന് മനസ്സിലാവും. അപ്പോൾ ഡി എഫ് അതൊന്നും അലോ ചെയ്ത് കൊടുക്കില്ല. അതിനൊന്നും മൈൻഡ് ചെയ്ത് എന്താണ് ആ ഒരു സമയം അവൾ വേസ്റ്റ് ആക്കില്ല. ഇപ്പോൾ ഡി എം റീകൺസിലിയേഷൻ റെഡി ആകുമ്പോൾ ഡി എമ്മിൻ്റെ എനർജി ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. നമുക്ക് ഒരിത്തിരി സേഫ് ആയിട്ട് തോന്നും. നമുക്ക് സേഫ്റ്റി ഇല്ലാണ്ട് നമുക്ക് ഡി എഫിന് ഒരിക്കലും ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല. ഡി എമ്മിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ ഡി എഫിന് എന്താണ് ഒരു ട്രസ്റ്റും ഒക്കെ ഡി എം തന്നെ കുറച്ചെങ്കിലും വളർത്തിയിട്ടുണ്ടാവും. ഡി എമ്മിൻ്റെന്ന് എന്താണ് ലവ്ഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്, സേഫ് ആണ്, ട്രസ്റ്റബിൾ ആണ് എന്നൊക്കെ നമുക്ക് തന്നെ ഒന്ന് തോന്നും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറും അട്രാക്ഷൻ ആണ്, നമുക്ക് ചേസ് ചെയ്യാനാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനോ വേണ്ടി എന്താ കാര്യം എന്നറിയാണ്ട് നമുക്കൊരു ലക്ഷ്യമില്ലാണ്ടാണ് നമ്മൾ വീണ്ടും ഒരു ലവ് ലൈഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ തന്നെ മറന്നു പോകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ റീകൺസിലിയേഷൻ റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഡി എം റെഡി ആയിട്ടില്ലെങ്കിൽ എന്താണ് ഡി എമ്മിൻ്റെ മാസ്ക് ഡി എഫിൻ്റെ മുന്നിൽ എന്താണ് അഴിഞ്ഞു വീഴും. ഡി എമ്മിൻ്റെ പ്രശ്നങ്ങളും ഷാഡോസൊക്കെ ഡി എഫിൻ്റെ മുന്നിൽ എന്താണ് കാണാൻ തക്ക രീതിയിൽ എന്താണ് വ്യക്തമായി മാറും. അപ്പോൾ അത് ഡി എമ്മിന് എന്താണ് അത് ഡി എമ്മിന് കൺഫ്രണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡി എമ്മിന് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാസ്ക് റിവീൽ ആവുന്നത്. അപ്പോൾ ഡി എം എന്താവും റൺ ചെയ്യും. ഡി എം അത് അനുവദിക്കില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ് ഡി എം തന്നെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം. തൻ്റെ ഷാഡോകളിൽ നിന്ന് ഡി എം വീണ്ടും ഒളിച്ചോടാണ്. അതുവഴി എന്താണ് ഡി എഫിനും ഒളിച്ചോടാണ്. അപ്പോൾ തന്നീന്ന് തന്നെയുള്ള ഈ ഒരു ഓട്ടം തന്നെയാണല്ലോ ഡി എഫിൽ നിന്നുള്ളൊരു ഓട്ടം എന്ന് പറയണത്. അപ്പോൾ ഈ റണ്ണിങ് ഡി എമ്മിൽ നിന്നിട്ടില്ല. ഡി എമ്മിന് ഡി എഫിൻ്റെ ആ ഒരു ഡി എഫ് ഡി എമ്മിൻ്റെ ലൈഫിൽ പ്ലേ ചെയ്യുന്ന ആ ഒരു റോളിനെ പറ്റിയിട്ടൊരു കാര്യം പോലും മനസ്സിലായിട്ടില്ല. റീകൺസിലിയേഷന് റെഡി ആവേണ്ട തരത്തിൽ ഒരു കാര്യം പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഡി എമ്മിന് ഈ സ്റ്റേജിൽ എന്താണ് വളരെ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടാണ് തോന്നുക. അവളെന്താണ് അവന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും അധികമാണ് തോന്നാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് തോന്നും. ഡി എഫിൻ്റെ മുന്നിൽ ഡി എമ്മിന് എന്താണ് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഡി എമ്മിന് അവളെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരുപടി മുന്നിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും അത് അൺഹീൽഡ് ആവാത്തത് കൊണ്ടാണ് കൺട്രോളിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെ കൺട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം, ഇൻസെക്യൂർ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താണ് ഡി എം എന്താണ് ഹീൽഡ് അല്ല. അപ്പോൾ ഡി എഫിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഡി എമ്മിന് ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീൽഡ് അല്ലെങ്കിൽ എന്താണ് ഡി എം എന്താണ് ഡി എഫിൽ നിന്ന് റൺ ആവാം. ഡി എം അങ്ങനെ റീകൺസിൽ ചെയ്യാൻ വന്നാലും എന്താണ് അത് വർക്കാവില്ല. ഡി എഫ് എന്താണ് വളരെയധികം ഇൻറ്റിമിഡേറ്റിംഗ് ആയി ഷൈനി ആയിട്ട് തോന്നും ഡി എമ്മിന്. പിന്നെ റീകൺസിലിയേഷന് വരുമ്പോൾ ഡി എമ്മിന് മനസ്സിലാവും ഇനി ഡി എമ്മിന് ഇവിടെ ഒരു നോൺസെൻസും നടക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. ഡി എഫിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്താണ് വിസിബിൾ ആവും. ഡി എമ്മിന് എന്താണ് അതിനനുസരിച്ച് എന്താണ് ഉയരേണ്ടി വരും, തന്നിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഡി എഫിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഡി എമ്മിന് എന്താണ് അറിയാൻ പറ്റും. ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു വാൾ ഡി എഫിന് ചുറ്റുമുള്ള എന്താണ് ഡി എമ്മിന് അറിയാൻ പറ്റും. അപ്പോൾ ഡി എം ശരിക്കും ഹീൽഡ് ആണെങ്കിൽ എന്താണ് ഇതൊക്കെ എന്താണ് ഡി എമ്മിനെ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ, ഒരിക്കലും പിന്നീക്ക് വലിക്കില്ല. ഇതൊക്കെ ഡി എമ്മിന് ഒരു ചലഞ്ചായിട്ട് ഡി എം എടുക്കുള്ളൂ. ഡി എമ്മിന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചേഞ്ചുകൾ കൊണ്ടുവരാൻ എന്താണ് ഡി എം റെഡി ആവും എന്നുള്ളതാണ്. ഡി എം ചേഞ്ചിനെ ഭയക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഡി എം റീകൺസിലിയേഷൻ റെഡി ആയിട്ടില്ല. അപ്പോൾ ഡി എമ്മിൻ്റെ മിറർ തന്നെയാണ്. ഡി എഫും ഏതെങ്കിലും കാര്യത്തിൽ ചേഞ്ചിനെ ഭയക്കുന്നുണ്ടോ എന്ന് എന്താണ് ഡി എഫും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡി എമ്മിന് അറിയാം ഡി എം ഇങ്ങനെ ചലഞ്ചിനൊക്കെ റെഡിയാണ്. ഇത് ഡി എഫിൻ്റെ ഈ സ്റ്റാൻഡേർഡ്സ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൻ്റെ ഡോർമെൻ്റ് ആയി കിടക്കുന്ന ഭാഗങ്ങൾ എന്താണ് ഉണർത്താൻ അവൾ സഹായിക്കും, തന്നെ ഉയർത്താൻ അവൾ സഹായിക്കും എന്നുള്ളത് കാര്യം ഡി എമ്മിന് എന്താണ് മനസ്സിലാവും. ഡി എം ഹീൽഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡി എമ്മിന് അങ്ങനെ ഒരു ചലഞ്ച് ഇൻസെക്യൂരിറ്റി കൊണ്ടുള്ള ഒരു ചലഞ്ച് അവിടെ ഉണ്ടാവില്ല. മുഴുവനായിട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. എന്നാലും ഡി എം എന്താണ് ട്രൈ ചെയ്യണത് നമുക്ക് കാണാൻ കഴിയും. എന്നാലും ഞാൻ പറയാം ഇങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് റീകൺസിലിയേഷൻ സംഭവിക്കണം എന്നില്ല. ഡി എം അൺഹീൽഡ് ആയിട്ട് തന്നെ അടുത്ത് വരാം, ടെസ്റ്റുകൾ വരാം. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ എന്താ നമ്മൾ പാസ്സാവുക എന്നുള്ളതാണ്. ടെസ്റ്റുകൾ നമ്മൾ പാസ്സാവുമ്പോൾ എന്താണ് ഡി എമ്മും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും, ഡി എമ്മും ഹീലാവും. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും നമ്മൾ റീകൺസിലിയേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ നിർത്താണ്. പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഞാനുമായി ഒരു 1-1 സെഷൻ ബുക്ക് ചെയ്യാനും എൻ്റെ ഡെക്ക് വാങ്ങാനും ഒക്കെ ഉള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.